ഹായ് ഫ്രണ്ട്സ്. അങ്ങനെ ജാസ്മിൻ്റെ പേര് പോലും പറയാതെ ഗബ്രി ബിഗ് ബോസ് ഹൗസ് നിന്ന് വിട വാങ്ങി. അതിന് മുന്നേ ലാലേട്ടൻ സംസാരിക്കുന്ന സമയത്ത് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി എന്നൊക്കെ പണ്ട് പറയുന്നുണ്ടായിരുന്നു. ജാസ്മിൻ എന്നൊക്കെ പണ്ട് വിഷ് ചെയ്യുന്ന സമയത്ത് എല്ലാവരെയും മുന്നിൽ വെച്ച് പേര് പറഞ്ഞില്ല. ഒരു പക്ഷേ ജാസ്മിനെ വിഷമിപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ ജാസ്മിൻ ഇനി ചിരിച്ചതാണോ കരഞ്ഞതാണോ എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കാം. കണ്ട എനിക്ക് പേഴ്സണലി കൺഫ്യൂഷൻ തോന്നി. ജാസ്മിൻ്റെ എക്സ്പ്രഷൻസ് വരുന്നത് ഒരു ബ്ലോക്കല്ലേ ഉള്ളൂ ലാലേട്ട എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അതേപോലെയുള്ള സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി. എന്ന് കരുതി അവരെ ബുള്ളിങ് ചെയ്യുന്നതിനോടൊന്നും ഞാൻ അനുകൂലിക്കുന്നില്ല. അത് അവരെയല്ല, ആരെയായാലും, ആണായാലും പെണ്ണായാലും ആരെയും സൈബർ ബുള്ളിങ് ചെയ്യുന്നതിനോടും അതുപോലെ തന്നെ ഭയങ്കരമായി വൾഗറായി കമൻറ്റ് ചെയ്യുന്നതിനോടും ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ഈ ഒരു ജെനുവിനിറ്റി, ഗബ്രി എന്ന നല്ലൊരു ഗെയിമറിൻ്റെ ഗെയിം തകർത്തത് ശരിക്കും ഗബ്രിയുടെ വിവരക്കേട് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം ജാസ്മിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. ജാസ്മിൻ പറയുന്നുണ്ട്, ജാസ്മിൻ എന്ത് പ്രശ്നം വന്നാലും ചായാനുള്ള തോളാണ് ഗബ്രി എന്ന്. ഭയങ്കര വെറുപ്പിക്കലായിരുന്നു ഇവർ ഒന്നിച്ചിരുന്ന മിക്ക മൂമെൻറ്റും. ചിലതൊക്കെ ഫണ്ണായിട്ട് എടുക്കാം, പക്ഷെ കുറേ കാര്യങ്ങൾ വെറുപ്പിക്കൽ തന്നെയായിരുന്നു. ഒരു 95% സംഭവങ്ങളും ഇവർ രണ്ടുപേരും കൂടി ചെയ്തിട്ടുള്ളത് വെറുപ്പിക്കലാണ്. ഇൻഡിവിജ്വലായിട്ടുള്ളതിൽ രണ്ടുപേർക്കും നല്ല നല്ല കുറച്ച് പാർട്ടൊക്കെ ഉള്ളതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഗബ്രിക്ക് ഇത്തിരി കൂടുതൽ തന്നെയായിരിക്കും. ഫൈറ്റ് ചെയ്യുന്ന മൊമെൻറ്റ്സ് ആയാലും ഒരുപാട് കാര്യത്തിൽ ഗബ്രി റിയാക്ട് ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ അനാവശ്യ കാര്യങ്ങളാണെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ട് ഗബ്രി നിന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഗെയിമറായിരുന്നു. ആദ്യവും ഞാൻ പറയുന്ന കാര്യം തന്നെയാണത്. കുറേ പേര് ഈ ഹെയ്റ്റ് ഉള്ളത് കൊണ്ട് മാത്രം അവരെന്ത് ചെയ്താലും നന്നല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ ഇൻഡിവിജ്വലി ജാസ്മിൻ ആയാലും ഗബ്രി ആയാലും കൊടുക്കുന്ന ഒരു ഗെയിം സ്പിരിറ്റ് ഉണ്ട്. അതൊക്കെ ശരിക്കും അംഗീകരിക്കേണ്ട സാധനം തന്നെയാണ്. ഇൻഡിവിജ്വലി ഗെയിംസ് വരുമ്പോൾ അവർ കളിക്കും. അത്രയ്ക്ക് അങ്ങോട്ട് ഒത്തു കളിക്കുന്ന പരിപാടി അവർക്കില്ല, ബാക്കിയുള്ളവരുടെ അത്രയ്ക്കും ഇല്ല. മനസ്സിലായ? ജിൻഡോൻ്റെയൊക്കെ അത്രയ്ക്കും ഒത്തുകളി അവർക്കില്ല. ജബ്രി കോംബോവിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതുപോലെ തന്നെ ബോറിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗബ്രി പുറത്തു പോയതിന് പകരം ജാസ്മിൻ പോയതാണ് ഇത്തിരി കൂടി ബെറ്റർ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഗബ്രി നല്ലൊരു ഗെയിമറാണ്. ജാസ്മിനെക്കാളും നല്ലൊരു ഗെയിമറാണ് ഗബ്രി. എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ അഭിപ്രായമായിരിക്കാം. എന്തായാലും ഇതുവരെ ആരും സീക്രട്ട് റൂമിലിടുന്ന പരിപാടി ഒന്നുമില്ല. ഒരു മാറ്റിപ്പെടുത്താൻ തന്നെയാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിലായാലും ഇപ്പോൾ ഗബ്രി വിക്റ്റായി എന്ന് പറയുന്നു, ലാലേട്ടൻ വരുന്നു, എല്ലാവരും കാണിച്ചു കൊടുക്കുന്നു, വിട്ടാക്കുന്നു. അറിയില്ല എന്താ സംഭവം എന്നറിയില്ല. ഇനിയും വല്ല ട്വിസ്റ്റ് ഉണ്ടാവുമോ പറയാൻ പറ്റില്ല. ഇനി നാളത്തെയും കൂടി കഴിഞ്ഞിട്ട് ഇനി ട്വിസ്റ്റ് വല്ലതുണ്ടെങ്കിലും പറയുള്ളൂ. സിജോൻ്റെ അടുത്ത് എന്തോ ഗബ്രി പറയുന്നുണ്ട്. സിജോ പറഞ്ഞ പോലെ തന്നെ ആയിരുന്നോ അങ്ങനെന്തോ. ഒന്നുമില്ലെങ്കിൽ ഇവർ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സിജോ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കാം. ഫാമിലി കാണുന്നതാണ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞിരിക്കാം, അല്ലാണ്ടെങ്കിൽ നോമിനേറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. സിജോൻ്റെ കാര്യം പറഞ്ഞത് ജാസ്മിനെ പേരെടുത്ത് പോലും വിളിച്ചില്ല എന്നുള്ളതാണ്. ജാസ്മിൻ അവനെൻ്റെ പേര് പോലും പറഞ്ഞില്ല. റസ്മിനെ അവനെൻ്റെ പേര് പോലും പറഞ്ഞില്ല. ഓവർ ആക്ടിങ് അല്ലേ? എനിക്കങ്ങനെ തോന്നിയത്. ഇനിയിപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ജാസ്മിൻ്റെ ആക്ട് കണ്ടിട്ട് ഓവറാക്കി കാട്ടിക്കൂട്ടിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. അത് ശരിക്കും ഇമോഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ജാസ്മിൻ ഇങ്ങനെ തന്നെയാണോ വളവളാന്ന് ചിരി വരുമോ, ഇനി കരയുമ്പോഴും ചിരി വരുമോ എന്നുള്ളത് എനിക്കറിയില്ല. മറ്റേ പൊട്ടനും പോയി ചട്ടനും പോയി ബോട്ടും കിട്ടി ഐലേസാന്ന് പറഞ്ഞ പോലെയുള്ളൊരു ഫീലാണ് എനിക്കുണ്ടായത് പേഴ്സണലി. ബാക്കിയുള്ള ആർക്കും അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഗബ്രി പോയി എന്ന് പറയുമ്പോൾ പ്രാങ്ക് ആയിരിക്കുന്നതാണ് എല്ലാവരും പറയുന്നത്. സിജോ മാത്രം ഇത്തിരി സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. സിജോ ഈ ഒരു മാറ്റിപ്പിടുത്തം എന്ന് പറയുന്ന ഈ ഗെയിം ഉണ്ടല്ലോ, ഈ ഒരു സീസൺ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് സിജോ. അതുകൊണ്ടായിരിക്കാം സിജോ ഒരുപാട് പ്രതീക്ഷയൊന്നും ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഗബ്രി പോയി എന്ന് പറഞ്ഞപ്പോൾ സിജോ ഉള്ളുകൊണ്ടായാലും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി എന്താണ്, ഇനിയിപ്പോൾ ആരൊക്കെയാണ് ഇനി ഓണവില്ല് കളിക്കാൻ പോണതെന്ന് അറിയില്ല. ഇപ്പോൾ ഇന്നലെ പല പ്രമുഖന്മാരും പലരും പുറത്തു പോകുമെന്നൊക്കെ പറഞ്ഞു. വെറുതെ റീച്ച് കിട്ടുന്നതിന് വേണ്ടി ടൈറ്റിലും തമ്പനയിലും വെച്ച് അങ്ങോട്ട് മെഴുകുകയാണ്. വയ്യ. കുറേ കൊല്ലമായിട്ട് ബിഗ് ബോസിൻ്റെ കണ്ടന്റ് ഇടുന്ന ആളുകളാണ്. നമ്മളൊക്കെ ജൂനിയേഴ്സാണേ ഇവരുടെ മുന്നിൽ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ജിൻഡോ
കഴിഞ്ഞ ടാസ്കുകളിൽ സായി ബ്രോവിന് ഒരുപാട് അങ്ങോട്ട് നട്ടല്ലില്ലാത്ത സായി വയ്യാത്തൊരു ടീം എന്നുള്ള രീതിയിൽ വിമർശിക്കുന്നുണ്ടായിരുന്നു. എന്തും പറഞ്ഞ് വിമർശിക്കാന്നൊക്കെയാണ്. പക്ഷേ ഇതിന് ഇന്ന് നന്ദന ലാലേട്ടനോട് പറഞ്ഞ സമയത്ത് ജിൻഡോ ഒന്ന് തിരിച്ചടിക്കുന്നുണ്ടായിരുന്നു. നന്ദന എപ്പോഴും അഭിയോട് മറ്റേ അഭിഷേക് കെയില് അവനോട് ഇങ്ങനെ നട്ടലോടുകൂടി നിവർന്ന് നിന്ന് സംസാരിക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു. രണ്ടും രണ്ടാണ്. ഒരാളുടെ മെഡിക്കൽ കണ്ടീഷനെ, ഒരാൾക്കൊരു വയ്യായിക വന്നു കഴിഞ്ഞാൽ അതിനെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് വലിയ സ്റ്റാൻഡേർഡുള്ള പരിപാടിയല്ല, തന്തയില്ലാത്തരമാണ്. ജിൻഡോ താങ്ങികളുണ്ട് ഇവിടെ. ജിൻഡോൻ്റെ മൂഡ് താങ്ങുന്ന കുറേ ഊളകളുണ്ട്. ജിൻഡോ നല്ല ഗെയിമറൊക്കെ തന്നെയാണ്. ചില സമയത്തുള്ള ഈ തൊഴുത്തു കുത്തി സ്വഭാവം അത് ചെറ്റത്തരമാണ്. അത് പറയാതെ വയ്യ. ഇതിനൊന്നും ആരും ഒന്നും പറയൂല. പുള്ളി അങ്ങോട്ട് മെഴുകും. ഉരുണ്ട് തീട്ടം ഇങ്ങനെ താഴെ വീണാലും അതിൽ കിടന്ന് ഉരുണ്ട് അത് കറക്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ്, അതൊക്കെ ഉണക്കിയെടുത്ത് പൊടി തട്ടി കളയാനുള്ളൊരു കഴിവ് ജിൻഡോയ്ക്ക് ഉണ്ട്. എന്ത് നാറിയ പരിപാടിയാണെങ്കിലും കാണിച്ചിട്ട് അതിൽ കിടന്ന് കായും കാലും പിടിച്ച് മെഴുകി കണ്ണീര് കൊണ്ട് അതിനെ അങ്ങോട്ട് കഴുകി അങ്ങോട്ട് കളയും. അത് ഇത്തിരി മോശം പരിപാടിയാണ്. സായി ബ്രോ അതൊരു സ്പിരിറ്റിലാണ് എടുക്കുന്നത്. ആ ഒരു പെയിനൊന്നും പുള്ളി പൊതുവേ കൺസിഡർ ചെയ്യുന്ന ആളല്ല. ആ ഒരു കൺഫെഷൻ റൂമിലായാലും പുള്ളി പറഞ്ഞിട്ടുള്ള അതാണ്. പേഴ്സണലി എനിക്ക് അറിയുന്ന ഒരു ഇത് വെച്ചിട്ടായാലും എല്ലാം ഒരു സ്പിരിറ്റിൽ എടുക്കുന്ന ആളാണ്. പക്ഷേ അത്രയ്ക്കും സഹിക്കാൻ പറ്റാത്ത രീതിയിലോ ആൾ ഇരിക്കുന്നതൊക്കെ പിടിച്ചിരിക്കുന്നത് കംഫർട്ട് അല്ലാത്ത രീതിയിൽ പുള്ളി കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അവിടെ. അതിനെ പരിഹസിക്കുന്നത് വലിയ ആണത്തമാണെന്ന് നട്ടെല്ല് ഉള്ള ജിൻഡോ വിചാരിക്കുന്നത് വളരെ തെറ്റാണ്. ഓക്കെ, ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ നാളെ ആരായിരിക്കും പോവുക? നിങ്ങൾക്ക് ആരാണ് പോകുമെന്ന് തോന്നുന്നത്? നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ പുതിയ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.